അപ്പൊ നമ്മൾ ഔദ്യോഗികമായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളോട് എനിക്ക് ആദ്യം വേണ്ടത് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടത്. കാരണം സാധാ ക്ലാസ് പോലെ അല്ല സൈക്കോളജി ക്ലാസ്. ഇന്നലെയും അതിനു മുമ്പൊക്കെ മാക്സിമം ആളുകൾക്ക് ഇത് എന്താന്ന് പരിചയമാവാൻ വേണ്ടിയായിരുന്നു ക്ലാസ്സിനെ അങ്ങനെ ഒരു പ്രഭാഷണ രീതിയിലൂടെ കൊണ്ടുപോയത്. കൗൺസിലിംഗ് അങ്ങനെ പ്രഭാഷണം അല്ല. മാക്സിമം ആ വന്ന ആളുടെ മൈൻഡ് സെറ്റിനെ വർക്ക് ചെയ്യിക്കലാണ്, അല്ലെങ്കിൽ ആ മൈൻഡ് സെറ്റിനെ ഒന്ന് എഡിറ്റ് ചെയ്യലാണ് കൗൺസിലിങ്ങിന്റെ ലക്ഷ്യമുള്ളത്. അപ്പോ എനിക്ക് വേണ്ടത് നിങ്ങൾ ഈ ഇപ്പൊ വന്ന ആളുകളൊക്കെ ഇപ്പൊ വന്ന 24, 25 പേര്, 26 പേരും അല്ലേ? ഓക്കെ, 24 പേരെയും ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരണം. അപ്പൊ നമുക്ക് മെന്ററെ പരിചയപ്പെടണമെന്നില്ല. നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളെ പേര് പറയാൻ വേണം. ഒന്ന് ഓൺ ആയിക്കൊടുത്തോളി. എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ആണ് നിങ്ങൾക്ക് ഓൺ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ ശബ്ദമാണ് ഞാൻ കേൾക്കേണ്ടത്. എന്തിനാണ് ശബ്ദം കേൾക്കുന്നു എന്നുള്ളത് വഴിയെ ഞാൻ പറഞ്ഞു തരുകയും ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. അർഷിത ഹാരിസ് തന്നെയാണ് പേര്? അതെ അതെ, അർഷിത. അർഷിത. ഭർത്താവിന്റെ പേരാണ് ഹാരിസ്? അതെ സർ. വെരി ഗുഡ്. വീട് എവിടെയാണ്? എന്റെ വീട് കണ്ണൂർ ജില്ലയിൽ ചപ്പാരപ്പടം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ചപ്പാരപ്പടവ്. വെരി ഗുഡ്. നല്ല സ്ഥലത്ത് നിന്ന് എജുമിയുടെ ഭാഗമായിട്ട് കൂടെ ആദ്യമായിട്ടാണോ ഒരു കോഴ്സ് ചെയ്യുന്ന എജുമിന്റെ കീഴിൽ? അല്ല സർ, നമ്മള് പ്രീ പ്രൈമറി TTC കണ്ടിന്യൂ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയണേ, ഈ പ്രീ പ്രൈമറി ടീച്ചറോടൊപ്പം ഒരു കൗൺസിലർ എന്ന ഐഡന്റിറ്റി കൂടെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷെ ആദ്യം ഞാൻ നന്നാവണ്ടേ സർ, എന്നിട്ടല്ലേ മറ്റുള്ളവരെ അത് നല്ല ഉത്തരം, നല്ല ഉത്തരം. ഭർത്താവ് അങ്ങനെ പറയാറുണ്ടോ? ഭർത്താവ് ഇതേ ഡയലോഗ് ഇട്ട് നിങ്ങൾ എന്താ മറുപടി കൊടുക്കാൻ? ആദ്യം നീ പോയി ഒന്ന് നന്നാവ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇൻസൾട്ടിങ് ആയിട്ട് തോന്നും, അങ്ങനെയല്ലേ? ഭർത്താവിന് പൊതുവെ ഇങ്ങനത്തെ കൗൺസിലിങ്ങിന് കാര്യങ്ങൾക്കൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ്. അതല്ല ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഇതേ ചോദ്യം അയാൾ ദേഷ്യം പിടിച്ചിട്ട് പറയാണ്, നീ ഒന്ന് പോയി നന്നായി വാ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ഫീലിംഗ് വരുമോ എന്നാണ് ചോദ്യം. ഷുവർ ആയും സർ, അത് ആര് പറഞ്ഞാലും നമുക്ക്. നിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ നന്നാവനാന്ന് പറഞ്ഞാലോ? അതായത് ഞാൻ പറയുന്നു എനിക്ക് നന്നാവണം, പക്ഷെ വേറൊരാൾ എന്നോട് പറയാ പോയി നന്നായിട്ട് വാ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ പക്ഷെ വീട്ടിൽ പറഞ്ഞത് തന്നെ എനിക്കൊന്ന് നന്നാവണം. അതുകൊണ്ടാണ് ഞാൻ സൈക്കോളജിന്റെ ക്ലാസ്സിൽ കയറുന്നത്. അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞു, എന്നാ പിന്നെ നീ നമ്മളെ എല്ലാരും ഒന്നിച്ച് നീ ഇരിക്കുന്ന പിന്നെ നമുക്കും കേൾക്കാല. അതല്ല, ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം, അതായത് ഇന്നത്തെ നിങ്ങളെ കുടുംബത്തിനും ഭർത്താവിനൊക്കെ കൃത്യമായിട്ട് അറിയാം. ഞാൻ സംസാരിക്കുന്നത് അർഷിതയോട് മാത്രമല്ല, ബാക്കി എല്ലാവരോടും കൂടിയാണ്. ഇന്ന് നമ്മളെ അവർക്കെല്ലാം അറിയാം. പക്ഷേ ഈ ക്ലാസ് കിട്ടിയതിന് ശേഷം ഒരു 10 ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ബിഹേവിയറിൽ, പെരുമാറ്റത്തില്, സ്വഭാവത്തില് നല്ല മാറ്റം ഉണ്ടായി എന്ന് അവർക്കെല്ലാവർക്കും ഫീൽ ചെയ്യണം. അതിനാണ് അർഷിതയെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ആ വാക്കിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി കിട്ടിയെന്ന് തോന്നുന്നു. യെസ്, വെരി ഗുഡ്. ഇനി തൊട്ടടുത്തത് ആരാണ് സംസാരിക്കാൻ വരുന്നു? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇച്ചു ഫൗസിയ എന്ന പേരിലാണ് ഒരു ഗുഡ് ഈവനിങ് കേട്ടു എന്ന ഫീലിംഗ് എനിക്കുള്ളത്. ശരിയാണ്? പറയൂ. ഞാൻ ഫൗസിയ ഇർഷാദ്, കാസർഗോഡ് നിന്ന് കുമ്പളയിൽ നിന്ന സ്ഥലത്താണ്. കുമ്പളയിൽ എവിടെയാ? കുമ്പള CHC ഹോസ്പിറ്റൽ ഇല്ലേ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അവിടെ അടുത്താണ്. അതിനടുത്താണ് അല്ലേ? ഞാൻ കൊടിയമ്മ സ്കൂളിലെ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനായിരുന്നു. കൊടിയമ്മക്ക് അടുത്ത് തന്നെ, കുമ്പള പഞ്ചായത്ത് തന്നെ കൊടിയമ്മ. അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി ഇപ്പൊ ഞാനുള്ളത് അട്ടപ്പാടിയിലാണ്. സുഖമായി ജീവിക്കുന്നു. അട്ടപ്പാടിക്ക് എന്ത്? അട്ടപ്പാടിയിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വരുമ്പോൾ സ്കൂളിൽ ആകെ 20 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 80 കുട്ടികളാണ്. കൊടിയമ്മ സ്കൂളിൽ വളരെ പ്രശ്നമായി എല്ലാ അധ്യാപകരെയും മാറ്റി. DD ഡയറക്റ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് നാളെ സ്കൂളിൽ പോയിട്ട് ചാർജ് എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു PSC മെമ്പർ അല്ലെങ്കിൽ PSCന്റെ ഒരു കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനായിരിക്കും. അങ്ങനെ പോസ്റ്റിംഗ് കിട്ടി. ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളെയും ഇഷ്ടമാണ് എനിക്ക്. അപ്പോ ഇപ്പൊ ഞാൻ കുറച്ചു നേരം സംസാരിച്ചല്ലോ നിങ്ങളോട്.
ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബ്രദറിനോട് സംസാരിക്കുന്ന ഫീലിംഗ് എന്നോടുണ്ടോ എന്ന് ചോദിച്ചു. തോന്നി സർ. വെരി ഗുഡ്. അത് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുന്നത്. അതിനാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഇനി മറ്റൊന്ന്, നിങ്ങളുടെ കുമ്പളയില് കൊടിയമ്മ അല്ലെങ്കിൽ ഈ കുമ്പള കാസർഗോഡ് ഭാഗത്ത് കൗൺസിലിങ്ങിന് അപാരമായ സാധ്യതയുള്ള ഏരിയയാണ്. ശരിക്കും സർ നമ്മളെ പഞ്ചായത്തിൽ തന്നെ ഇത് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം നമ്മളെ സ്കൂളുണ്ട് GHSS കുമ്പള എന്ന് പറഞ്ഞിട്ട്, അവിടെയായിരുന്നു പ്രത്യേകം കുട്ടികളെ ഇഷ്യൂ വരുന്നത്. കുറെ പ്രശ്നങ്ങളും കേസുകളും നടക്കുന്നുണ്ട് ഇപ്പോഴും. അതെ, അപ്പൊ നിങ്ങൾക്ക് സാധ്യത മനസ്സിലായി. നിങ്ങൾ തെരഞ്ഞെടുത്തത് നല്ല പോയിന്റാണ്. അപ്പൊ നിങ്ങളോട് എല്ലാവരോടും കൂടെ, അപ്പൊ ഈ വാക്ക് കേട്ടു, പേര് ഫൗസിയ എന്നല്ലേ പറഞ്ഞേ? ഫൗസിയ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ എന്നൊരു DP ഉണ്ടാക്കണം. ഇതുവരെ നമ്മൾ വേറെ ആൾക്ക് വേണ്ടിയിട്ട് DP ഇടലായിരുന്നു. നിങ്ങളെല്ലാവരും ഇന്ന് സ്വന്തം ഒരു DP ഉണ്ടാക്കണം. നിങ്ങൾ ഫോട്ടോ വെക്കണം നിർബന്ധമില്ല, പക്ഷെ നിങ്ങളെ പേര് വെച്ചിട്ട് കൗൺസിലിംഗ് എന്ന പേരും നിങ്ങളുടെ കൗൺസിലിംഗ് എന്ന വലിയ ഹെഡിങ് തൊട്ട് താഴെ നിങ്ങളുടെ പേരും വെച്ച്, പറ്റുമെങ്കിൽ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു സ്റ്റാറ്റസ് വെച്ചോളൂ. താങ്ക് യു സർ. അതായിരുന്നു വലിയൊരു മോഹം. അതായത് അപ്പോഴേ നമുക്കിത് പഠിക്കണം എന്ന ചിന്ത വരും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇതിന്റെ ഒരു വേറെ ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 7:15 സ്റ്റാർട്ട് ചെയ്ത് 8:15 നിർത്തും. അതെന്റെ കൃത്യം. 1 മിനിറ്റ് അങ്ങോട്ടോ 1 മിനിറ്റ് ഇങ്ങോട്ടോ ഉണ്ടാവും. നേരത്തെ ഞാൻ കയറി വന്നു വരും. ഇൻ കേസ് 1 മിനിറ്റ് വൈകിയാൽ ആ 1 മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടമായി. അതാണ് എന്റെ സിസ്റ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് 7:10 തന്നെ കയറിയിരുന്നു. എല്ലാവരും നേരത്തെ കയറിക്കോളൂ. എന്നിട്ട് ഞാൻ സ്വറൊക്കെ പറഞ്ഞോളൂ, പാഠഭാഗമായി ബന്ധപ്പെട്ടത് ചെയ്തോളൂ. ഇന്ന് ഞാനിപ്പോ ഈ നിങ്ങളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാ ചെയ്യാം. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും എംബസി അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങണം എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ക്വസ്റ്റ്യൻസ് ആദ്യമേ ഞാൻ പാഠഭാഗം എടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എടുക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഞങ്ങൾ കാണിക്കും. എന്നിട്ട് അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുമെന്ന് ഉറപ്പായ ശേഷമേ ഞാൻ ആ പാഠഭാഗം എടുക്കൂ. അങ്ങനെയാണ്. പാഠം എടുത്ത ശേഷം ക്വസ്റ്റ്യൻ അല്ലല്ല. നിങ്ങൾക്ക് ആ പാഠഭാഗം മനസ്സിലായോ എന്ന് ആദ്യമേ എടുക്കുന്നതിന് മുമ്പ്. അതൊക്കെ അത്രയും സിമ്പിൾ സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ എംബസി അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എല്ലാവരുടെയും എല്ലാവരും എക്സാം ചെയ്ത് എല്ലാവരും പാസ്സാവും. അപ്പൊ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടുന്ന 1 or 2 ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും സെലക്ടഡ് വരിക. അത് ഏതാ വരിക നമുക്കറിയില്ല. അപ്പൊ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യമേ റെഡിയാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പാഠഭാഗത്തിലേക്ക് കയറുക. പഠിച്ചിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല, മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ ഇത് കൗൺസിലിംഗ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ക്ലയന്റുകൾ വരട്ടെ, നമ്മൾ റെഡിയാകുന്നു എന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കൗൺസിലിംഗ് എന്ന ഒരു DP നിങ്ങൾ എല്ലാവരും വെക്കുക. ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ എന്നോട് ഒരു കസിൻ പറഞ്ഞതാണ്, നീ പഠിച്ചിട്ട് 1 മാസം കഴിയുമ്പോ എന്റെ കുട്ടീനെ നിന്റെ അടുത്ത് ഞാൻ കൊണ്ടുവരും. യെസ്, ക്ലയന്റ് റെഡി. ഇനി നമ്മൾ പഠിച്ചാൽ മതി. ക്ലയന്റ് എപ്പോഴേ റെഡി. പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ആ കേട്ടത് അപ്പൊ ഞങ്ങൾക്ക് സന്തോഷായി. അപ്പൊ എന്റെ കൂടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ബാക്കി നിങ്ങൾ ഫ്രണ്ട്സിൽ ആരെങ്കിലും, അതായത് നാട്ടുകാരെ കൂട്ടണ്ടേ, നാട്ടുകാരെ ആരെയും ഇനി നിങ്ങൾ ഈ വിവരം അറിയിക്കണ്ട. അവർക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് ഒരു കൗൺസിലിംഗ് എത്ര ഫീസ് വാങ്ങാ ബോസേ? 300. അയ്യേ, മാർക്കറ്റ് ഇടിച്ചു കളയരുത് നിങ്ങൾ. ഞാൻ എത്ര ഫീസ് വാങ്ങുന്നത് നിങ്ങൾക്ക് അറിയോ? ഇല്ല സാറിന് 3 ലക്ഷം വരെ കിട്ടിയിട്ടുണ്ടെന്ന് സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സാധാരണ വരുന്ന ഒരു കേസിന് എനിക്ക് വേണ്ടത് മിനിമം 10,000 രൂപയാണ്. കേസാ 10,000 രൂപ അരമണിക്കൂർ. ഒറ്റ ക്ലയന്റ് അല്ല, ഒറ്റ സിറ്റിങ്ങിന് അരമണിക്കൂറിന്. അതെയാ? എന്താ അതെയാ? സംശയമുണ്ടോ? ഇപ്പൊ ഡോക്ടർ ഞാൻ വലിയ വിടൽ തോന്നുന്നുണ്ടോ? ഇല്ല തോന്നില്ല. നിങ്ങളെ ഈ പറയപ്പെട്ട കൊടിയമ്മ സ്കൂളിലേക്ക് ഞാൻ വന്നത് വണ്ടിയിലാ വരിക. അവൻ 7 സീറ്റർ വണ്ടിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരിക. അപ്പൊ ഈ വരുന്ന വഴിയിൽ വടകരയിലും തലശ്ശേരിയിലും കാഞ്ഞങ്ങാടും പിന്നെ എന്താ പറയാ ഓരോ സ്റ്റോപ്പിലും കണ്ണൂരൊക്കെ നമുക്കുള്ള ഭക്ഷണവും ഇതിന്റെ കൂടെ ആരുണ്ട് അവർക്കുള്ള ഭക്ഷണവും എന്നാ ഈ വണ്ടിക്ക് എണ്ണടിക്കാനുള്ള പൈസയും അത്യാവശ്യം കിട്ടുന്ന ഒരു സീനിലൂടെ ഞാൻ പോയിരുന്നത്. പിന്നെയാണ് എനിക്ക് പോകാനുള്ള മടി വന്നിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നത്. ഞാൻ എന്തുദ്ദേശിച്ചിട്ടാണ് 300 പറഞ്ഞത് എന്നറിയോ സാറിന്? ഞാന് ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കണ്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി തന്നെ. അപ്പൊ അവരുടെ ഫീസ് അത്രയായിരുന്നു. അവർക്ക് അത് സൈക്കാട്രി ഡോക്ടർക്ക് അത്ര മതി. കാരണം അവരുടെ മുന്നില് MBBS ഡോക്ടേഴ്സിന്റെ അടുത്ത് ലൈനായിട്ട് ആളുകൾ നിൽക്കലായിരിക്കും. നമ്മൾ അടുത്ത് ഒരാൾ വന്ന് അയാള് ആശ്വാസമായി തിരിച്ചു പോകലാണ് നമ്മുടെ ലക്ഷ്യം. ആ ആശ്വാസം കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ
നമുക്ക് ധൈര്യസമേതം പറയാം എന്റെ ഫീസ് 10,000 പക്ഷെ നിങ്ങൾ ഇപ്പൊ 10,000 പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല. കാരണം നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ, ഞാനൊക്കെ 5 ലക്ഷം രൂപയൊക്കെ ചെലവഴിച്ചിട്ടാണ് ഈ കോഴ്സ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് 10,000 പറഞ്ഞൂടെ? നിങ്ങൾ ചെലവാക്കുന്ന ആകെ 3,000 ഉള്ളൂ. അപ്പൊ ഈ 3,000 കൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, 3,000 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആർക്കും അറിയിക്കേണ്ട, പ്രത്യേകിച്ച് നിങ്ങൾ നാട്ടുകാർക്ക് അറിയിക്കരുത്. ഫ്രണ്ട്സ് കുറെ ദൂരമുള്ളവർക്ക് വേണമെങ്കിൽ ഇനി നിങ്ങൾ അറിയിച്ചു. കാരണം എജുമിക്ക് നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ വെച്ചു, വിവരങ്ങൾ അറിയിച്ചു. ഇനി നിങ്ങൾ വന്നാലും ഇല്ലെങ്കിലും അടുത്ത ടീമിൽ അവരെ അറിയിച്ചാണ്. എന്നിട്ട് നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യണം. ഒരിക്കലും നിങ്ങളുടെ ഫീസ് 500-ൽ കുറയാൻ പാടില്ല. 500-ൽ കുറയാൻ പാടില്ല. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? എസ് കേൾക്കുന്നവരൊന്ന് പറഞ്ഞ എസ് എന്നിട്ട് ടൈപ്പ് ചെയ്ത് ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞോട്ടെ. ലൈക്ക് ഇട്ടാ പോലെ, അത് എല്ലാവർക്കും പറ്റുമല്ലോ. എസ് എന്ന് ടൈപ്പ് ചെയ്യാ. അങ്ങനെ അതിലും ബിസ്കത്തരം കാണിക്കണോ? അത് നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് സമാധാനമായി. അപ്പൊ ഒരാൾ സംസാരിക്കുന്ന മക്കളിൽ കേൾക്കാതെ മിണ്ടാതിരിക്കുന്നു. അതീവ സന്തോഷം. എല്ലാവരും കൂടെ സംസാരിച്ചാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഒരാൾ എന്നോട് പരിചയപ്പെടുമ്പോ ആ പരിചയപ്പെടുന്നതിന് ഞാൻ പാഠഭാഗമാക്കി കൊണ്ടുപോകുന്ന സിസ്റ്റം കണ്ടില്ല നിങ്ങൾ? അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ 1/2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കും ഒരു കാലത്ത് 10,000 വാങ്ങാം. പക്ഷെ ഉടനെ നിങ്ങൾ 10,000 വാങ്ങാം. നിങ്ങൾ മിനിമം 500 പറഞ്ഞാൽ മതി. അല്ലെ അത്ര നിങ്ങൾക്ക് തരാം, പക്ഷെ മിനിമം 500 മതി എന്ന് പറഞ്ഞാൽ, മിനിമം 500 പറഞ്ഞാൽ 500 മതിയെന്നോ 300 വേണമെന്നോ അതൊന്നും പറയാനും പറ്റില്ല. മിനിമം 500 പറഞ്ഞാൽ മതി. അവർക്ക് എത്രയും നമുക്ക് തരാം. പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് 10,000-ഉം 3 ലക്ഷവും ഒക്കെ നമ്മൾ വാങ്ങുമ്പോ കേസിനനുസരിച്ച് കേസ് പൈസ വാങ്ങല്. എന്നാൽ കുട്ടികളുടെ കേസ് എല്ലാവരും ശ്രദ്ധിക്കാൻ, കുട്ടികളുടെ പഠന വൈകല്യമോ അതുപോലത്തെ വല്ല പ്രശ്നങ്ങളും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എത്ര തരികയാണെങ്കിൽ നിങ്ങൾ വാങ്ങണം. പൈസ ചോദിക്കുകയും വേണമെന്നില്ല. ആ കുട്ടിയുടെ ലൈഫിന് ഒരു മാറ്റം വന്നാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത്. അതുകൊണ്ട് നിങ്ങളിപ്പോ കുറഞ്ഞ ഫീസിന് കൗൺസിലിംഗ് പഠിച്ചു എന്ന് കരുതി ഒരുപാട് കാലമായി പഠിക്കുന്ന ആളുകളെ വെല്ലുവിളിക്കാൻ നിങ്ങൾ പോകരുത്. ഇത് ആമുഖമാണ്. കാരണം നമ്മുടെ അടുത്ത് കേസ് വന്നു, നമ്മളത് സീരിയസ് ആയിട്ട് വിട്ടു. നിങ്ങൾ അങ്ങനെ സീരിയസ് ആയിട്ട് വലിയൊരു കേസിനെ നിസ്സാരമാക്കി നിങ്ങൾ വിട്ടു. നിങ്ങൾ 300 രൂപ വാങ്ങി. പിന്നെ ഇനി ഞങ്ങളുടെ അടുത്തേക്ക് ആള് വരുമോ, നിങ്ങളുടെ അടുത്തേക്ക് ആള് വരുമോ? അപ്പൊ പഠിപ്പിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ 18ാമത്തെ അടവൊക്കെ ഞാൻ പിടിച്ചു വെക്കേണ്ടി വരുന്ന അർത്ഥം. അതില്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് മാർക്കറ്റ് ഇടിക്കരുത്. കാരണം ഇതില് സൈക്കോളജി പഠിക്കുന്നത് മിനിമം ശരിക്ക് പഠിക്കേണ്ടത് +2-ന് സൈക്കോളജി പഠിക്കണം 2 വർഷം, ഡിഗ്രിക്ക് പഠിക്കണം 3 വർഷം, PGക്ക് പഠിക്കണം 7 വർഷം. 7 വർഷം കഠിനാധ്വാനം ചെയ്തിട്ട് പഠിച്ചാൽ മനസ്സിലാവാത്ത, ഇപ്പൊ TTCയും നിങ്ങൾക്ക് പഠിച്ചപ്പോൾ സൈക്കോളജി വരുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് പേടി വേണം. മനസ്സിലാവാത്ത ടോപ്പിക്കിനെ ഈസിയാക്കി തരികയാണ്. നിങ്ങളെ വേറൊരാളുടെ മൈൻഡിനെ പിടിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുമ്പോ ഇത് വീട്ടമ്മമാരും ഇതുപോലെ തന്നെ PPTTC ഒക്കെ പഠിക്കുന്ന ആളുകളുടെ മുന്നിൽ ഞാനിത് അവതരിപ്പിക്കുമ്പോൾ ഇതിനൊരു പരിമിതിയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് സൈക്കോളജിയെ പഠിപ്പിച്ചു തരിക എന്നാണ്. പക്ഷെ ഈ മനസ്സിലായാൽ പോരല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം? അത് അപ്ലിക്കേഷൻ നടത്തി പൈസ ഏൺ ചെയ്യണം. ആ ഏൺ ചെയ്യണ പണം വേറൊരാൾക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ 7 വർഷമോ 8 വർഷമോ. ഇപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ മംഗലാപുരം മെഡിക്കൽ കോളേജിലൊക്കെ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുകയല്ല, പ്രാക്ടീസ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റും കൂടെ വരുന്നുണ്ട്. 8:15-ന് ശേഷമുള്ള ക്ലാസ്സിൽ അവരൊക്കെ ഉണ്ട്. വിവിധ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒക്കെ കൂടെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ അത്രയും ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് എന്റെ ടൈമിന് കൃത്യ ടൈം ഈടാക്കുന്നത്. നിങ്ങളും അങ്ങനെ ടൈമിന് വാല്യൂ കൊടുക്കുന്ന ആളുകളായിട്ട് മാറണം. ഇപ്പൊ എജുമിയുടെ ഫസ്റ്റ് ക്ലാസ്സിനൊക്കെ നമ്മളിങ്ങനെ ഇരിക്കും, എന്നിട്ട് നിങ്ങൾ വരട്ടെ എന്ന് കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കുന്ന സിസ്റ്റം നമ്മളെ ക്ലാസ്സിൽ ഇല്ല. ഇനി വേറെ കുറച്ചും കൂടെ ക്ലാസ് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആകെ ഒരാഴ്ചയിൽ 3 ക്ലാസ്സല്ലേ ഉള്ളൂ, 2 ആഴ്ച കഴിഞ്ഞാൽ, അതായത് 6 ക്ലാസ് കഴിഞ്ഞാൽ 7:10-ന് ശേഷം അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങി പകുതി ആയ ശേഷം ഒരാൾ വന്നാൽ അയാളോട് ക്ലാസ്സിൽ കയറണ്ട അല്ലെങ്കിൽ അനുവാദം കൊടുക്കണ്ട എന്ന് ഞാൻ പറയാണ്. നിങ്ങളുടെ സമ്മതത്തോടെ പറയാം. എന്താണെന്ന് വെച്ചാല് പാഠഭാഗത്തിനൊരു ഒഴുക്കുണ്ട്. അതിന് ആമുഖം കിട്ടിയില്ലെങ്കിൽ ഈ പാഠഭാഗം കൃത്യമായി മനസ്സിലാവില്ല. അപ്പൊ അത് റെക്കോർഡിംഗ് ഉണ്ടാകും. ആ റെക്കോർഡിങ് പിന്നെ നിങ്ങൾ കേട്ടാൽ മതി. ഇൻ കേസ് ഞാൻ റെക്കോർഡിംഗ് ഓൺ ആക്കാൻ ഞാൻ മറന്നാൽ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും വേണം. ഇതും ആമുഖമായിട്ട് പറയാം. ആമുഖങ്ങളാണ്, പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫൗസിയെ കൃത്യമായി മനസ്സിലാക്കി, നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യപ്പെടുന്നത് നമ്മുടെ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിന് ഒരാളുടെയും കീഴിലെ ശമ്പളക്കാരനായിട്ട് നിൽക്കല്ല. നമ്മൾ ആ ജോലിയിൽ കൃത്യമാണെങ്കിൽ
നമ്മളെ അന്വേഷിച്ച് ക്ലയന്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ്. അപ്പോ ഫേമസ് ആയി നിങ്ങൾ മാറുമ്പോ നിങ്ങളെ കിട്ടിയാൽ മതി എന്ന് കരുതി വെയിറ്റ് ചെയ്യുന്ന ക്ലയന്റുകളും നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ വരാൻ പോകുന്ന കാലം. ഭാവനയെ കുറിച്ച് പറയാന്ന് തോന്നണ്ട, അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം. ഒരു കാലത്ത് ഞാൻ പഠിക്കുമ്പോ എന്നെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങനെ പലതും ഞാനും കേട്ടിട്ടുണ്ടെന്ന് ഒരു പറച്ചിലുണ്ടല്ലോ, വരട്ടെ ആ ഒരു ഫീലിംഗ് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് നമ്മളെ കാത്തിരിക്കുന്ന ക്ലയന്റുകൾ നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുള്ളത്. പലപ്പോഴും പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന കേസ് പറയാം. എന്നെ വിളിച്ചിട്ട് കിട്ടണ്ട, വിളിച്ച ആ ടൈമിൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യണ്ടേ, നിങ്ങൾ വാട്സപ്പ് ചെയ്തോ എന്നാണ് പറയാറുള്ളത്. അപ്പോ ഒന്നും കൂടെ, ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കാറില്ല. അതുകൊണ്ട് എന്റെ നമ്പർ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് ആവശ്യമില്ല. കൗൺസിലിംഗ് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഞാനൊരു കേസിന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ഏബിൾ ആയ സ്റ്റുഡൻസിന്റെ അടുത്തേക്കാണ് വിടുക. അപ്പോ അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ക്ലയന്റിനെ വിടുകയാണെങ്കിൽ നിങ്ങൾ 2000 രൂപ കുറയാൻ പാടില്ല വാങ്ങുമ്പോൾ. അതിൽ 500 രൂപ എന്റേതാണ്. 500 രൂപ വേണമെങ്കിൽ എജുമിക്കും കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അപ്പോഴും 500 മതിയല്ലോ. കേസിനെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഞാൻ പഠിപ്പിക്കാം. അപ്പോ പാഠഭാഗം നമുക്ക് ഇത് എത്ര കിട്ടിയാലും മതിയാവാത്തൊരു ടോപ്പിക്കാണ് സൈക്കോളജി എന്നും നിങ്ങൾ തിരിച്ചറിയുക. ഞാനിങ്ങനെ ജസ്റ്റ് വന്ന് പാഠം മാത്രം പഠിപ്പിച്ചു പോകുന്ന ഒരു സിസ്റ്റം എനിക്കറിയില്ല. പരമാവധി അതിന്റെ ഡീപ്പിലേക്ക് പോവാനാണ് എനിക്ക് ആഗ്രഹമുള്ളത്. പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു പരിമിതി ഉണ്ട്. എന്താ പരിമിതി എന്ന് ചോദിച്ചാൽ, നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങണം. സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിൽ ക്ലാസ് ആദ്യം തീർന്ന് എക്സാം നടക്കണം. അപ്പൊ എക്സാം നടന്ന് സർട്ടിഫിക്കറ്റ് എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന അതേ ദിവസം നമുക്കും സർട്ടിഫിക്കറ്റ് കിട്ടണം. അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് നേരത്തെ പാഠഭാഗം തീർക്കണം. അപ്പോ ആദ്യമൊക്കെ പരസ്യം ചെയ്തതുപോലെ 3 മാസം എന്നത് നിങ്ങൾക്ക് ഉണ്ടാകില്ല. എന്നാ നിങ്ങളുടെ ഒരു കണ്ടന്റിലും ആദ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല, സിലബസ് തന്നില്ലേ, കിട്ടിയില്ലേ? ഇല്ല, കിട്ടിയില്ല. എന്നാ ഇന്ന് നിർബന്ധമായി നമ്മുടെ നിങ്ങൾ ചാനൽ അല്ല, നമ്മൾ എന്താ പറയാ, ആപ്പില് കയറിയിട്ടുണ്ടല്ലോ. ആപ്പില് ഇന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യും എന്നാണ്. മെന്റർ അങ്ങനെ ചെയ്തോളൂല്ലോ അല്ലെ? ഇന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കണേ. ഓക്കെ, അപ്പൊ ആ പ്രശ്നം സോൾവ് ആയി. ഇനി എന്താ അടുത്ത പ്രശ്നം പറയാനുള്ളത്? അടുത്ത ആളെ പരിചയപ്പെടുക അല്ല, ഇതിലൊരു പ്രശ്നം പറയാനുണ്ട്. നിങ്ങൾ പരിചയപ്പെട്ടോടുകൂടെ സാധ്യതകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിയും സർ. ഹഫീല ഷരീഫ്, ട്രൈ ചെയ്യാം സർ. കഴിയും സർ. അപ്പോഴേ നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു മാറ്റം വന്ന ഒരാളെ എനിക്ക് സമ്മാനിക്കാൻ കഴിയും. ദേഷ്യം വന്ന നമ്മൾ ചിരിക്കും. ദേഷ്യം വന്ന അപ്പൊ ഈ കാണുന്ന ഇമേജിനെ, ഇതൊക്കെ വെച്ചിട്ടാണുള്ള ഈ ഇമേജിനെ നിങ്ങൾ അങ്ങോട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. ദേഷ്യം വന്ന കണ്ടുവരിക, ചിരിക്കുക. എത്ര വലിയ ദേഷ്യമാണെങ്കിലും അവിടെ ചിരിക്കുക. അപ്പോ നിങ്ങൾ PPTTCക്ക് വേണ്ടി നിങ്ങൾ ആകെ ചിലവഴിച്ച പണം എത്രയെന്ന് പറഞ്ഞത്? 12,000. 500. ആയിക്കോട്ടെ, 12,500. 13 കൂട്ടിക്കോ, വേണ്ട 20,000 കൂട്ടിക്കോ. 20,000 രൂപ ചിലവഴിച്ച നിങ്ങൾക്ക് എത്രയാണ് സാലറി കിട്ടുക? 5 10 ആ സ്കൂളിനനുസരിച്ചിട്ട്. ഏതായാലും നിങ്ങൾ മുടക്കിയ പണത്തിനേക്കാൾ കൂടുതൽ കിട്ടാനുള്ള സാധ്യത, ഒരു മാസം കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഇതോ, നിങ്ങൾ 3,000 മുടക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 3,000 മുടക്കിയിട്ട് ഒരു ദിവസം തന്നെ 3,000 4,000 വാങ്ങാൻ പറ്റുന്ന അവസരമുള്ള ഒരു പ്രൊഫഷൻ, ഒരു സ്കില്ലാണ് നിങ്ങൾ നേടിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ഫ്രണ്ട്സിനെ ആരും അറിയിക്കണ്ട എന്ന് പറയാനുള്ള കാര്യം. അവര് നിങ്ങൾക്ക് കിട്ടുന്നത് കണ്ടിട്ടും നിങ്ങളുടെ സ്വഭാവം മാറുന്നത് കണ്ടിട്ടും അവര് പിന്നീട് വന്നാൽ മതി. ഇങ്ങനെ ഒരു നല്ലൊരു കോഴ്സാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. കോഴ്സിനേക്കാൾ പഠിപ്പിക്കുന്ന ആള് കുറച്ചുകൂടി നല്ലതാണല്ലോ, അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം അവർ കൂടുതൽ പൈസ കൊടുത്ത് 5,000 10,000 കൊടുത്തിട്ട് അവർ പഠിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ മാത്രം പഠിച്ചെടുത്താൽ മതി കേട്ടോ. എജുമി വീണ്ടും നിങ്ങൾ പരസ്യത്തിനൊക്കെ കൊടുത്തോളി എന്നൊക്കെ പറയും. ഇപ്പൊ നിങ്ങൾ ആർക്കും വേണ്ടി പരസ്യം ചെയ്യേണ്ട. അടുത്ത ബാച്ചിൽ, പ്രത്യേകിച്ച് നിങ്ങൾ പണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് നല്ലതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ട്, അതാണ് ഏറ്റവും പ്രധാനം. ബോധ്യമായ ശേഷം ഇത് നിങ്ങൾ പരസ്യം ചെയ്ത് ബാക്കിയുള്ള ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം. വേണമെങ്കിൽ എത്തിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. എജുമി എന്നോട് ദേഷ്യം പിടിക്കുമെന്ന് എനിക്കറിയില്ല.
എന്നാലും കുഴപ്പമില്ല. കാരണം ഇത് കൂടുതൽ ആളുകൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ ബുദ്ധിമുട്ട് ഞങ്ങൾ ഈ ലക്ഷങ്ങൾ വാങ്ങുന്ന ആൾക്കാർക്കാണ് പറയുന്നത്. അത് നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയാണ്. യെസ്, അടുത്ത ആൾ പറഞ്ഞത് പരിചയപ്പെട്ടെ. സർ എന്റെ പേര് ഹസ്നത്ത് അബ്ദുള്ള. ഹസ്ന അബ്ദുള്ള. ഓക്കെ. വീട് വീട് വടകര. വടകരയിൽ എവിടെ? MRM ബേക്കറിക്ക് ബേക്കിലാണ്. വടകര ഓർക്കാട്ടിരി എന്ന് പറയും. ഓർക്കാട്ടിരിയാണ്. അവിടെയൊക്കെ ഞാനിപ്പോ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്ഥിരമായി കസ്റ്റമേഴ്സ് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചില ഹോട്ടലുകളൊക്കെയാണ് ഈ പറഞ്ഞത്. നല്ല തിരക്കുള്ള സ്ഥലമല്ല അബ്ദുള്ളന്റെ ഈ പറയപ്പെട്ട ബേക്കറി? യെസ്. അതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ എനിക്കറിയില്ല. ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെയാണ് വണ്ടിക്ക് പണമുണ്ടാക്കലും യാത്ര ആസ്വദിക്കലും. അങ്ങനെ അപ്പൊ പഠിച്ചെടുക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിനാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. താങ്ക് യു. കഴിഞ്ഞപാട് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയാ. വെരി ഗുഡ്. അങ്ങനെ വേണം, അല്ലെങ്കിലൊക്കെ വഴി തെറ്റിപ്പോയേനെ. പിന്നെ +2 ഹയസ്റ്റ് മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. സൈക്കോളജിക്ക് എന്റെ ഗവൺമെന്റ് കോളേജിൽ സീറ്റും കിട്ടിയിട്ടുണ്ട്. എവിടെ എവിടെ? സൈക്കോളജി നാദാപുരം ഗവൺമെന്റ് കോളേജില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അവിടുത്തെ സൈക്കോളജിസ്റ്റ് ആരാ, അധ്യാപകൻ ആരാ നിങ്ങൾക്ക് അറിയപ്പോ? ഷഫീഖ് സാറാണ്. വെരി ഗുഡ്. ഇവിടെ എനിക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടില്ല. വെരി ഗുഡ്. അങ്ങനെ വേണം, അപ്പോഴേ ഇതിന് വരുള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയോ? നിങ്ങൾ ഇത് വെച്ച് ഇൻകം ജനറേറ്റ് ചെയ്ത് നിങ്ങളുടെ ഭർത്താവിനും പ്രത്യേകിച്ച് അമ്മായിമാന്റെ മുമ്പിൽ പണം അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കാണാം. നിങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ആളുകൾ വരുന്നത് കാണാം. അപ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് ഒന്നും കൂടെ ഉപരിപഠനം വേണമെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ സൈക്കോളജി സബ്ജക്ട് പിന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയൊരു ഒരുപാട് നമുക്ക് ഫെമിലർ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും. അത് കൂടുതൽ പഠിക്കുമ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവുക. അതാണ് നമുക്ക് ഈ ഇൻകം കിട്ടാനുള്ള പ്രധാന മേഖല. ഇതിന് കുറെ പരിമിതികളുണ്ട്. ഇത് പഠിപ്പിച്ചാൽ പഠിയില്ല, അതൊക്കെ ശരിയാണ്. നമ്മളിപ്പോ ഈ പാഠത്തിൽ എടുക്കുന്നത് നേരെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ പാഠം പഠിയില്ല. പഠിയില്ല എന്നുള്ളതിനാണ് അതിനെ ഞാൻ സിമ്പിളാക്കി നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചത്. അതാണ് ക്വസ്റ്റ്യൻ ആദ്യം തരും എന്ന് പറയേണ്ടതിന്റെ കാര്യം. എനിക്ക് അങ്ങനെ സൈക്കോളജി സബ്ജക്ട്സ് ഒക്കെ ഇഷ്ടമില്ലാണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ സാറെ ക്ലാസ് കേട്ടപ്പോ എന്റെ ക്ലാസ് കേട്ടപ്പോ ഇഷ്ടമായി മാറും. കാരണം ചില BEd കോളേജുകളില് സൈക്കോളജി എക്സാമിന്റെ മുമ്പില് ഒരു ക്രാഷ് കോഴ്സ് കൊടുക്കാൻ വേണ്ടി എന്നെ വിളിക്കും. അപ്പൊ ഞാൻ പറയും, നിങ്ങളാരും സൈക്കോളജി പഠിക്കരുത്, അതിൽ മാത്രം തോറ്റാൽ മതി എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? സാർ മാത്രം ജയിക്കും. എന്നിട്ട് ഞാൻ എന്റെ എനിക്ക് ക്ലയൻസുകൾ അയക്കുന്ന ഗൂഗിൾ പേന്റെ ലാസ്റ്റ് ചെയ്തതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ നിങ്ങൾ പഠിക്കരുത്, നിങ്ങൾ എങ്ങാണ്ട് പഠിച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടാണ്ടാവുള്ളൂ എന്ന് പറയും. എന്നിട്ട് ആ ടോപ്പിക്കുകൾ സാറെ കൊണ്ട് മെയിൻ ക്വസ്റ്റ്യൻസ് ഒന്ന് പറയും. അവര് പറയും ആൻസറിന്റെ മെയിൻ പോയിന്റ്സ് മതിയല്ലോ, അത് കിട്ടുകയും ചെയ്യും. അപ്പോ ജീവിതഗന്ധിയായി സൈക്കോളജി മനസ്സിലാവാർക്കുള്ള കാരണം ഇതുകൊണ്ട് എന്താ കാര്യമെന്ന് അറിയാത്തവരാണ് നിങ്ങൾ വിദ്യാർത്ഥികൾ എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഇതിന്റെ സാധ്യതകളാണ് ഈ രണ്ടാമത്തെ ദിവസം നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്ന സാധ്യതകൾ. അനന്തമായ സാധ്യതകളും ഇത് അനന്തമായി ഉപയോഗിക്കാൻ കഴിയുമെന്നതിന്റെ തെളിവുകളാണ് നമ്മളത്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുകയാണോ? നിങ്ങളെ കഥ കഴിഞ്ഞു. അങ്ങനെയാണ് നിങ്ങളൊക്കെ വലത് കയ്യിലല്ല ഫോണ്, അല്ല സോറി ഇടത് കയ്യിലല്ല ഫോണ്, വലത് കയ്യിലാണ്. ആദ്യം പറഞ്ഞത് കറക്റ്റ്. ഓക്കെ, തെറ്റിച്ച് പറഞ്ഞോടുകൂടി ഞാൻ സാധ്യത അല്ല പോട്ടെ. ആദ്യം ഞാൻ വലത് കൈ നല്ല പറഞ്ഞിരുന്നേ, ആദ്യം പറഞ്ഞത്. അല്ലെങ്കിൽ റെക്കോർഡിംഗ് ഒന്ന് കേട്ടാൽ മതി, അതല്ല പോട്ടെ. ഓക്കെ, അടുത്ത ആൾ വന്ന് പരിചയപ്പെട്ടാണ് സൈബുന്നിസ. ഓക്കെ, നിങ്ങളുടെ പേരിൽ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. വെരി ഗുഡ്. അങ്ങനെ നിങ്ങളുടെ പേര് തന്നെ വന്നാൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, വീട് എവിടെയാണ് സൈബുന്നിസിന്റെ? കാസർഗോഡ് ആരിക്കാടി. ആരിക്കാടി? നമ്മള് കുമ്പള പഞ്ചായത്തിലെ ആൾക്കാരൊക്കെ പാടെ കയറി വന്നപ്പോ കുമ്പളിന്റെ സാധ്യത. ആരിക്കാടിയില് ഏത് ഭാഗത്ത്? കടൽ ഭാഗത്തോ? അല്ല, കളത്തൂർ റോഡില്ലേ, ആ റോട്ടിൽ. കളത്തൂർ പോയിട്ട് അതന്നെ ആരിക്കാട് ജംഗ്ഷന് ഉള്ളില് കയറണം. കയറിയിട്ട് ഞാനങ്ങോട്ട് വരുന്നൊന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കയറിയിട്ടാകുമ്പോ വീട് കിട്ടുന്നു, റോഡ് സൈഡാണ്.
റോഡ് സൈഡിൽ രണ്ട് ഭാഗത്തേക്ക് ഉണ്ടെന്ന കളത്തൂർ റോഡിന് പോയാൽ ഒരു വളവ് കഴിയണം, കടകളൊക്കെ കഴിഞ്ഞ് പോയിട്ട് അതന്നെ സർ, കളത്തൂർ റോഡ് റൈറ്റ് സൈഡിലേക്ക് പോയാൽ അമ്പലമാണ്. അമ്പലം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒരു കയറ്റം വരും. ആ കയറ്റം മതി 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 കഴിഞ്ഞിട്ട് മതി. ഇവിടെ ഞാൻ എന്താ സംസാരിക്കുന്ന ചോദിച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ട. അയ്യോ അഫീല പേടിക്കൊന്നും വേണ്ട. ഇതെന്താ ചോദിക്കുന്ന ചോദിച്ചാൽ അവര് പറഞ്ഞ സെയിം വാക്കിനെ ഞാൻ റിപ്ലൈ കൊടുക്കുകയാണ്, സെയിം ആയ വാക്കിനെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അവര് പറയുന്ന അതേ വാക്കിനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്താ സംഭവിക്കണമെന്നൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാവും. അതാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. പരിചയപ്പെടുന്നത് അവർ പറയുന്ന അതേ വാക്കിനെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ക്ലയന്റ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ അതീവ ശ്രദ്ധയോടെയാണ് അദ്ദേഹത്തെ, ആ ക്ലയന്റിനെ, ആ വ്യക്തിയെ, ആ രോഗിയെ, എന്താ നിങ്ങൾക്ക് പറയേണ്ടത്, ആ വാക്ക് ഇംഗ്ലീഷ് വാക്കാണ് കാര്യമായിട്ട് ഉപയോഗിക്കുക. ക്ലയന്റ് എന്നാ പറയാ, വന്ന ആള്, രോഗിയൊന്നും പറയലില്ല. അപ്പൊ ആ ക്ലയന്റിന് അതീവ ശ്രദ്ധ കൊടുക്കുകയും അവർ പറഞ്ഞ വാക്കിനെ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാണ്. അപ്പോ ആ പറഞ്ഞ വാക്കിൽ കുറച്ചും കൂടെ ഇങ്ങനെ കൂടെ നിൽക്കുമ്പോ അവർക്ക് എന്ത് ചെയ്യും, ഇത് ഇനി എങ്ങനെ പറയണം, പേടിയും ബേജാറൊക്കെ വരുന്നുണ്ടാവും. ഒന്നില്ലേ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ വീടിന്റെ അടുത്തുണ്ടോന്ന് തോന്നിപ്പോകും നിങ്ങൾക്ക്, അത്രേ ഉള്ളൂ. അല്ല അങ്ങനല്ലേ ഫീൽ ചെയ്ത്, അങ്ങനല്ലേ? അത്രേ ഉള്ളൂ. അത് ആ ക്ലയന്റിന് നമ്മള് പിന്നെ റാപ്പ് ബിൽഡ് ചെയ്യുക എന്നതിന് പറയാം. എന്നോട് സംസാരിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു ആകെ പെടുന്നു. ഇപ്പൊ ടെക്സ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഞാൻ തരാം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടൽ മാത്രമേ ഉള്ളൂ, പിന്നെ ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തലേ ഉള്ളൂ. പാഠഭാഗം നമ്മൾ നാളെ എടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്ലിയർ ആയല്ലോ? കളത്തൂർ റോഡ് എന്ന് ഞാൻ പറയും തൽക്കാലം നിങ്ങള്. ഓക്കെ, അടുത്ത ആള് പറഞ്ഞോളൂ. സർ ഞാൻ കേട്ടില്ലല്ലോ, ഒന്നുകൂടെ സൗണ്ട് ഇട്ട് പറയോ. നാസിറ. നാസിറ. കെ. സ്ഥലം? പള്ളിപ്പുറം, പട്ടാമ്പി. പള്ളിപ്പുറം എന്ന് പറഞ്ഞാൽ പട്ടാമ്പി പള്ളിപ്പുറാണോ? അതെ അതെ അതെ, പട്ടാമ്പി പള്ളിപ്പുറം. അപ്പൊ നിങ്ങൾ പാലക്കാട് ജില്ലക്കാരിയാന്ന് പറയാം. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ കാസർകോട്ടുകാരും പാലക്കാട്ടുകാരും കണ്ണൂരുകാരും വിവിധ ജില്ലകളിലെ ആളുകളോട് മലപ്പുറം സ്റ്റൈലിൽ ഞാൻ സംസാരിച്ച പണി പോളോ? കാസർകോട്ടുകാരെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളെ മാച്ചിലും എന്താ പറയാ, അതൊന്നും ഞാൻ അവിടെ പറയില്ല. ഞാൻ മലപ്പുറം സ്റ്റൈലേ പറയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. മാച്ചില്, കാട്ടൻകോരി ഇതൊന്നും ഞാൻ ഉപയോഗിക്കില്ല. ഞാൻ വേറെ കുറച്ച് വാക്കുകളാണ് ഉപയോഗിക്കുന്നുണ്ടാവുക. അത് മനസ്സിലായില്ലെങ്കിൽ വിവിധ ജില്ലക്കാരൊക്കെ എന്നോടൊന്ന് സഹകരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു നാസിറ. അടുത്തൊരാൾ. ഹലോ സർ. കൈയൊന്നും പൊക്കട്ടെ, നിങ്ങൾ സംസാരിച്ചോളി. അത് റെസ്പെക്ട് എന്ന് പറയും, അടുത്തൊരാളുള്ള റെസ്പെക്ട്. രണ്ടാളും സത്യമാണ് കുറച്ച് കഴിയുമ്പോ. ആസിയ പറയുന്നു, ഞാൻ പറയില്ല. ആർക്കും പറയാം. എന്റെ പേര് ഫസീല. വെരി ഗുഡ്, താങ്ക് യു ഫസീല. അപ്പൊ ഇവര് രണ്ടുപേരും ഉണ്ടാകുന്നപ്പോഴേ ഇനി ഫൈസീലന്റെ പേരിലല്ലല്ലോ വന്നിരിക്കുന്നത്, ഫൈഹ ഫാത്തിമ എന്ന പേരിലാണ് നിങ്ങൾ വന്നണേ. അത് മാറ്റിയിട്ടില്ല, ആദ്യം ഉള്ളതാണ്. ആദ്യം ഉള്ളതാണെങ്കിൽ മാറ്റണം. ഫൈഹ ഫാത്തിമ എന്ന് പറയുന്നത് ആരാ, മോളാ? മോളാണ്. അപ്പൊ നിങ്ങള് മോളോട് തന്നെ പറഞ്ഞോളൂ, മാറ്റി തരാൻ വേണ്ടി പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, വീട് എവിടെയാ? മണ്ണാർക്കാട് അടുത്താണ്, അമ്പായക്കോട് പറയും. അമ്പായക്കോടാണോ? അതീവ ജാഗ്രത ഞാൻ കാണിക്കണല്ലേ. ഓക്കെ, അമ്പായക്കോടില് എന്ത് ചെയ്യുന്നു? വീട്ടമ്മയായി വർക്ക് ചെയ്യുന്നു? ഞാന് PPTTC അതിന്റെ 6 വർഷത്തോളം വർക്ക് ചെയ്തിരുന്നു. പിന്നെ ആയപ്പോ അങ്ങനെ നിർത്തിയതാണ്. ഇവിടെ അടുത്ത് തന്നെ ഇംഗ്ലീഷ് മെഡിസിൻ. ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കട്ടെ, കൗൺസിലിംഗ് എന്ന DP വെച്ചാൽ നിങ്ങളെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വരുമോ? അറിയില്ല, ഇതിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അറിയുക എന്നുള്ളത് ഇപ്പൊ ഇതുവരെ മനസ്സിലാക്കിയപ്പോ എന്താ നിങ്ങൾക്ക് മനസ്സിലായി? ഇത്ര സമയം കൊണ്ട് നേരം എത്രയേറെയോ? അരമണിക്കൂറിലധികം നേരം കഴിഞ്ഞു, 47 അരമണിക്കൂർ കഴിഞ്ഞു. ഈ അരമണിക്കൂർ കൊണ്ട് കൗൺസിലിംഗ് എന്താ നിങ്ങൾക്ക് മനസ്സിലായി? മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക. സത്യസന്ധമായ ഉത്തരം പറഞ്ഞു. മറ്റുള്ളവരുടെ പ്രശ്നമൊക്കെ സോൾവ് ചെയ്യുക. മധ്യസ്ഥന്മാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ നീയും രണ്ടാൾക്കാരൊക്കെ പിരിച്ചുവിടും. പക്ഷെ നമ്മൾ അവരുടെ പ്രശ്നം അനുസരിച്ച് നമ്മുടെ കുടുംബത്തിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള വഴി കണ്ടെത്തുക. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇതന്നെയാണ് കൗൺസിലിംഗ്, ഇതന്നെ സൈക്കോളജി. നല്ല രസമായി, കേൾക്കാൻ നല്ല രസം. ഇനി മറ്റൊന്ന്, ഒരു ക്ലയന്റ് വന്നാല് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അതിനെ കുറിച്ചിട്ടൊക്കെ അറിയണം, അതിനിപ്പോ ജോയിൻ ചെയ്തത്. വെരി ഗുഡ്. ക്ലയന്റ് വരാന്ന് പറഞ്ഞാൽ
ഒരു ക്ലയന്റ് നാളെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുകയാണ്. കാരണം മണ്ണാർക്കാട് നിന്ന് ഒരാളോട് വരാൻ വേണ്ടി പറയാം. കോടതിപ്പടിയിൽ നിന്ന് ഒരാൾ നിങ്ങളെ വീട്ടിൽ വരൂട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനതിന് വില്ലിങ് ആയിട്ടില്ല. ഒന്ന് രണ്ട് ആയിക്കോട്ടെ. എനിക്കറിയണ പോലെ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ നോക്കും. ഇന്ന് തിരക്കാണ്, ഞാൻ ഇത്തിരി പ്രയാസത്തിലാണ്, ഒരു 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് തരാന്ന് പറയാം. അല്ല 2 മാസം വരെ നമുക്ക് ഡേറ്റ് ഇല്ല. അത്രേ 2 മാസം വരെ നമുക്ക് ഡേറ്റ് ഇല്ല. ഡേറ്റ് ഒക്കെ ഇപ്പൊ ഫിക്സഡ് ആണ്. അപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതുവരെയുള്ള കേസുകളൊക്കെ ഇപ്പൊ ബുക്കിംഗ് ആണ്. ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവന്ന് നോക്കി. കാരണം തിരിങ്ങൾ വിട്ടാൽ പോരാ, നിങ്ങളെ മൈൻഡ് സെറ്റ് ഇങ്ങനെ മാറ്റി നോക്കിയേ. ക്ലയന്റുകൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്, ഈ ആഴ്ചയിൽ എനിക്ക് സമയം ഉണ്ടാവില്ല, അടുത്ത 15 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഞാൻ ക്ലയന്റിനെ അറ്റൻഡ് ചെയ്യുള്ളൂ, അവർ അതുവരെ വെയിറ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. ആ ഒരു ഫീലിംഗ് നിങ്ങളൊന്ന് കൊണ്ടുവന്ന് നോക്കാണ്. അങ്ങനെ അതായത് ഇന്നലെ വരെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ ഇതുവരെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഇന്നലത്തെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടല്ല, ഇനി വരാൻ പോകുന്ന നമ്മുടെ ഭാവിയെ കുറിച്ചാണ്. അങ്ങനെ ചിന്തകൾ കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അടുത്തൊരാൾ സംസാരിക്കും. സാർ ഗുഡ് ഈവനിങ്. യെസ്, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. എന്റെ പേര് ജൗഷാന. ജോഷാന, അങ്ങനെ തന്നെ കാണുന്നുണ്ട്. ഞാൻ കോഴിക്കോട് ജില്ലയില് മുക്കം എന്ന സ്ഥലത്ത് നിന്നാണ്. മുക്കത്ത് എവിടെ വീട്? മുക്കത്ത് NIT ഒക്കെ പറയും. NITന്റെ തൊട്ടടുത്ത അതാണ് സ്റ്റോപ്പ്? സ്റ്റോപ്പ് അതല്ല, പക്ഷെ ഞങ്ങള് പോസ്റ്റ് ഒക്കെ അവിടെയാണ്. അവിടെയുള്ളത് പോസ്റ്റ് ഓഫീസ്. നിങ്ങള് എജ്യുമിയിൽ വേറെ ഏതൊക്കെ കോഴ്സ് ചെയ്തു? ഞാന് 2017 DPharm ആണ് കംപ്ലീറ്റ് ആയത്. അതിനുശേഷം ഇപ്പൊ ഞാന് മോണ്ടിസോറി എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ സൈഡായിട്ട് ഇതുകൂടി ചെയ്യാണ്. വെരി ഗുഡ്. BPharm കഴിഞ്ഞവരാ. ഞാൻ കുറച്ചു കാലം മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ പ്രിൻസിപ്പളായിട്ട് അസംബ്ലി സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് കാസർഗോട്ടേക്ക് നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച നിങ്ങളവിടെ ചാർജ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് DD വിളിക്കുന്നത്. DD ഓഫീസിൽ നിന്ന് ആദ്യം ഫോണിന്റെ നമ്പറിൽ വിളിച്ചു. DD ഓഫീസിൽ നിന്നാണ്, കാസർഗോഡ് DD ഓഫീസിൽ നിന്നാണ്. DDക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അസംബ്ലി സംസാരിക്കുന്നതിനിടയിൽ പിന്നെ എനിക്ക് വാക്കുകൾ പോലും കിട്ടാതായി. അങ്ങനെ പിറ്റത്തെ ദിവസം ഞാൻ സ്കൂളിൽ റിസൈൻ ചെയ്യുന്നത്. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരാൾ എന്നോടത്ത് വന്നിട്ട് പറഞ്ഞത്, ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായത് ആളാണ്, അതും വെറും എഞ്ചിനീയറിംഗ് എന്നല്ല, PG എഞ്ചിനീയറിംഗ്, അതായത് 7 വർഷം പഠിച്ച ഒരാൾ വന്നിട്ട് പറയാൻ, ഇവിടെ അടിച്ചു വാരുന്ന വല്ല ജോലിയും കിട്ടുമോ എന്തിനാണ്ടോ ഈ പിന്നെ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ അടിച്ചു വാരുന്ന ജോലി ചോദിക്കണം ചോദിച്ചാൽ, വീട്ടിൽ അത്യാവശ്യത്തിന് ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, അപ്പൊ അതിന് ചെറിയൊരു പരിഹാരമെങ്കിലും, അരി വാങ്ങാനെങ്കിലും ഒരു വഴി കണ്ടെത്താനാണെന്ന് പറഞ്ഞു. പല ജോലിക്കും, ഞാൻ പഠിച്ച ജോലിക്കൊന്നും എന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, BPharm വരെ പഠിച്ച നിങ്ങൾക്ക്? എനിക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാന് മാരീഡ് ആയതിന്റെ ശേഷം എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് ഞാൻ ജോലിക്ക് പോണത് താല്പര്യമില്ലായിരുന്നു. അപ്പൊ അന്ന് എന്റെ മെന്റൽ പവർ അത്ര ഉള്ളതിനും ഓല് പറഞ്ഞതുപോലെ ഞാൻ അവിടെ സ്റ്റക്കായി. പിന്നെ ലൈസൻസ് ഒക്കെ ഉള്ളതും കൊണ്ട് ഷോപ്പൊക്കെ ഇടാനൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അത് വിന്നായില്ല. പക്ഷെ ഞാൻ NIT മുക്കം. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ മിക്ക കീഴില് ഒരുപാട് മെഡിക്കൽ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നിങ്ങൾ ലൈസൻസ് ഉപയോഗിക്കുകയാണ്. അപ്പൊ എന്താ സന്തോഷം. ഭർത്താവിന് അതിന്റെ വാല്യൂ അറിയുന്നില്ല. അതെ, പഠിക്കുന്ന സമയത്തേ ഞാൻ നല്ലോണം സംസാരിക്കാറുണ്ടായിരുന്നു. അസംബ്ലിയിലാണെങ്കിലും പിന്നെ എന്തെങ്കിലും ക്ലബിന്റെ ഒക്കെ പരിപാടിയൊക്കെ ആകുമ്പോഴും അങ്ങനെ സ്റ്റേജ് ഫിയർ ഇല്ലാതെ സംസാരിക്കലുണ്ടായിരുന്നു. ഇപ്പം ഒരു 3 years ago എന്റെ മോനെ ഞാൻ LKG ചേർത്താൻ പോയപ്പം അവിടെ ഞാൻ പഠിച്ച സ്കൂൾ, അപ്പൊ അവിടെയും ഒരു PTA മീറ്റിങ്ങില് സംസാരിക്കാൻ വിളിച്ചപ്പോ സംസാരിച്ചിരുന്നു. അപ്പൊ എനിക്ക് നല്ല സംസാരിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ കൂടി ചൂസ് ചെയ്തത്. ഇപ്പൊ വെരി ഗുഡ്. കൗൺസിലിംഗിന് പ്രത്യേകത ഉണ്ട്, നമുക്ക് സംസാരിക്കാനുള്ള അവകാശം ഇല്ല എന്ന് അതിന് പറയാം. ക്ലയന്റിനെ കേൾക്കുക എന്നതാണ് നമ്മളെ ഇതിന്റെ പ്രത്യേകത. ക്ലയന്റ് എന്താണോ പറയുന്നത് നമ്മൾ കേൾക്കും, എന്നിട്ട് നമ്മൾ ഉപദേശിക്കൂല, അതിനൊരു പരിഹാരം കൊടുക്കും. ഇതാണ് കൗൺസിലിംഗ്. നിങ്ങളെ കൊണ്ട് കഴിയും. അപാര സാധ്യതയുള്ള നിങ്ങളുടെ മുന്നിലുള്ള ഒരു വഴി തുറക്കുന്ന ഒരു പ്രോഗ്രാമും കൂടി ആയിരിക്കും ഇത്.
നിങ്ങൾ നാളെ പറയും എനിക്ക് അത്രയും കഴിവുണ്ടായിട്ടും ആ കഴിവിനെ കെട്ടിപ്പൂട്ടിയ സാഹചര്യത്തിൽ നിന്നും ഞാൻ എന്റെ കൂട് പൊട്ടിച്ച് പുറത്തിറങ്ങിയത് ആ ക്ലാസ്സിന് ശേഷമാണെന്ന് നിങ്ങൾ പറയും. സംഭവം ആ ഒരു ഫീലിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പം വെരി ഗുഡ്. സ്പോക്കൺ ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ഞാനിങ്ങനെ ഞാൻ ഇപ്പോൾ ഉള്ളത് 8 ഇവിടെ years നഷ്ടപ്പെട്ട അട്ടപ്പാടിയിലെ ഒരു റൂമിലാണ്. എന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ സഹോദരി, നിങ്ങളുടെ മുന്നിൽ എന്തെല്ലാം സാധ്യതയുണ്ടെന്ന് ഞാൻ ഇപ്പൊ തന്നെ സാറ് പറഞ്ഞ പോലെ എനിക്ക് ഒരു യൂട്യൂബിലൊക്കെ ഒരു ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒരു പേജൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ കുറെ തട്ടിപ്പേർക്കുള്ളതാണ്. അല്ല ഞാൻ നിങ്ങളൊന്നല്ല, നിങ്ങൾക്ക് സെൽഫായിട്ട് അതിനേക്കാൾ വലിയ സാധ്യതകളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്ക്, മൈൻഡിനെ കൂളാക്ക്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യും. നിങ്ങളോട് എല്ലാവരോടും കൂടെ നാളേക്കുള്ളൊരു ഹോംവർക്ക് തരിക. നിങ്ങളെ കയ്യിലുള്ള സ്കില്ലിനെ നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യുക. എത്രത്തോളം കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ആ സ്കില്ലിന് പ്രത്യേകത ഉണ്ടാവണം. ആ സ്കില്ലൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള നാട്ടുകാരായ കുറെ ആളുകൾ ഉണ്ടല്ലോ നമുക്ക് ചുറ്റും, അവരൊക്കെ കുറെ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, അവരൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എന്തെല്ലാം കഴിവുകൾ എന്നിലുണ്ട് എന്നൊന്ന് ടെസ്റ്റ് ചെയ്യുക. മിനിമം നിങ്ങൾ 100 എണ്ണം എനിക്ക് എഴുതി അറിയിച്ചു തരണം. എല്ലാവരും നിങ്ങളൊക്കെ പറഞ്ഞാൽ പോരാ, 100 സ്കില്ല് എനിക്കോ എന്ന് നിങ്ങൾ സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പേരിട്ട് പറഞ്ഞേ, ടൈപ്പ് ചെയ്താലും മതി. എനിക്ക് 100 എണ്ണം കിട്ടൂല തോന്നുന്ന. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. നമ്മളിപ്പം ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടാവും സ്കൂളുകളിലൊക്കെ നമ്മൾ കൂടെ പഠിച്ച ആൾക്കാർ. അപ്പോ എത്രയാണ് സമ്പാദിക്കുന്നത് നമ്മൾ മാത്രം ആലോചിച്ചാൽ മതി. ഫുള്ള് A+ വാങ്ങിയ കുറെ കുട്ടികളുണ്ട്, അവരൊന്നും പട്ടിണി പാവങ്ങളായിരുന്നു. അവിടെ തന്നെ 2 ചോയ്സ് ഉണ്ട്. ഈ ബാക്ക്വേർഡ് ആയ കുട്ടികൾക്കും നമുക്ക് ക്ലാസ് എടുക്കാം, ഓരോ രക്ഷിതാക്കൾക്കും ഒരു മെന്റൽ സപ്പോർട്ടിന്. ഞാൻ പറയാൻ വേണ്ടി പോയത്, ഞാൻ വേണ്ടി ടിസ്റ്റ് ചെയ്യാതെ ചെയ്തത്. നമ്മളിതാ പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളവിടെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാല്, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ സഹപാഠികളായ ബാക്ക് ബെഞ്ചുകാര് ഇന്ന് അടിപൊളി വണ്ടിയുമായിട്ട് സഞ്ചരിക്കുമ്പോ ഫുൾ മാർക്ക് വാങ്ങിയ ആള് സ്കൂട്ടിയുമാണ് പോകുന്നുണ്ടാവുക. സത്യത്തിൽ ഈ ഒരു അവസ്ഥ ഞാൻ ഫേസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇതിലേക്ക് ഒരു വഴി തുറന്നത്. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 10-15 സൈക്കോളജിയിൽ നിന്ന് മാറി ഞാൻ NLP പോയി, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മാറി. ഞാൻ തിരിച്ച ടോപ്പിക്കിലേക്ക് തന്നെ വരികയാണ്. ഓക്കെ, അടുത്ത സംസാരിച്ച, അല്ലെങ്കിൽ ഇയാള് നമ്മളെ ഡീൽ ചെയ്തുകൊണ്ട് അയാൾക്ക് വേണ്ട ലക്ഷ്യങ്ങളൊക്കെ അതിനെ കൊണ്ട് ഇപ്പൊ തന്നെ നേടിയെടുക്കും. കാരണം പിന്നെ അടുത്ത ക്ലാസ്സിൽ വരില്ല. ഓക്കെ, അടുത്ത ആള്. താങ്ക് യു ജോസിയാന. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. പേര് ജയശ്രീ എന്നാണ്. ജയശ്രീ. എന്റെ നാട് തൊടുപുഴയാണ്, ഇടുക്കി. എന്റെ നാടല്ല, വെരി ഗുഡ്. ഇടുക്കി കുട്ടി നിങ്ങളാണെന്ന് ഞാൻ പറയാണ്. താങ്ക് യു. കല്യാണം കഴിച്ചിരിക്കുന്നത് കാസർഗോഡ് മുതൽ ഇടുക്കി വരെ ആളുണ്ട്. ഞങ്ങൾക്ക് ഡയലോഗും കൂടാലോ. അങ്ങനെ പറയാ. ഇടുക്കി തന്നെയല്ല സാർ, എന്റെ നാട് പത്തനംതിട്ടയാണ്. കല്യാണം കഴിച്ചിരിക്കുന്ന ആളായി. അവിടുത്തെ ആളുമാണ്, നിങ്ങൾ ഇടുക്കിയിലെ ആളുമാണ്. ഓക്കെ, ഇപ്പൊ നിലവിൽ ഇപ്പോൾ താമസിക്കുന്നത്? നിലവിൽ ബീഹാറിലാണുള്ളത്. അയ്യോ, ഇന്റർനാഷണൽ സ്കൂൾ ക്ലാസ് ആയോ? അല്ല, ഹസ്ബൻഡിന്റെ കൂടെയാണ്. ഹസ്ബൻഡ് എയർഫോഴ്സിൽ വർക്ക് ചെയ്യുവാണ് ഇവിടെ. വെരി ഗുഡ്, വെരി ഗുഡ്. ജയശ്രീ, വല്ലാത്തൊരു സന്തോഷമുള്ള സമയമാണ്. എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സുരക്ഷിതമായി വീടുകളിൽ കിടന്നിറങ്ങാൻ വേണ്ടി ഈ ജീവനും എന്താ പറയേണ്ടത്, രാവും പകലും രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ഒരു കാവൽ ഭടന്റെ നിങ്ങളെ കൂടെ ഒക്കെ പഠിക്കുക, നിങ്ങളൊക്കെ പഠിപ്പിച്ചു തരിക എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് പഠിക്കുന്ന ആളുകൾക്കും ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനം കൂടുന്ന കാര്യമാണ്. ഓക്കെ, ആസ് എ കൗൺസിലർ എല്ലാവരും ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്കും ഹാറ്റ്സ് ഓഫ് യു. ഹസ്ബൻഡിനും സന്തോഷം അറിയിക്കണം കേട്ടോ. അറിയാതെ നേരം 8 മണിയായി. 8:10 നമുക്ക് നിർത്തണം. അതുകൊണ്ട് ഇനി കുറച്ച് ആളുകൾ ഞാൻ പേര് വിളിക്കാം. ആ പേര് വിളിക്കുന്ന ആളുകൾ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു വന്നാൽ മതി. ഓക്കെ, സിന്ധു മംഗളയാനല്ല, അല്ലല്ല, മംഗളാനന്ദൻ. മംഗലൻ. ഓക്കെ, മംഗൾയാനൊക്കെയാണ് ഞങ്ങളെ മൈൻഡിലേക്ക്. ഇപ്പൊ ഇങ്ങനെ അറിയാതെ ഞങ്ങൾ അങ്ങോട്ട് എയർഫോഴ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ നോക്കിയതായിരുന്നു. ഞങ്ങളുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് എടമുട്ടം എന്ന് പറയും സാർ. തൃപ്രയാർ റൂട്ടില്. ഓക്കെ, ഓക്കെ.
കഴിമ്പ്രം സ്ഥലത്താണ്. അവിടെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ കാണാനുണ്ടല്ലോ ആ റൂട്ടിൽ ഇങ്ങനെ പോയിട്ട്. അവിടെ എന്താണ് ആ റൂട്ടില്? എന്താ റൂട്ടിൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല, പിന്നെ ഞങ്ങൾ എന്തായാലും പറയും. ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് ഗസ്റ്റ് ഒക്കെ വരണേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഇന്റർനാഷണൽ ടൂറിന്റെ ആൾക്കാരാണ്. 2 ദിവസം പണിയെടുത്താൽ 10 ദിവസം കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, 10 ദിവസം ഫ്രീ, 2 ദിവസം പണിയെടുക്കുക, അങ്ങനത്തെ സിസ്റ്റമാണ് ഞങ്ങൾക്കൊക്കെ. അപ്പൊ കിട്ടുന്ന പൈസ കൊണ്ട് കുറെ അമ്പലങ്ങളൊക്കെ ഉണ്ട്, തൃപ്പയാറ്, കൊടുങ്ങല്ലൂര്, ഗുരുവായൂർ. ആ റൂട്ടിന് പോയിട്ട് എന്തൊക്കെയോ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരണം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആകെ തൃപ്രയാറിന്ന് ഇങ്ങോട്ട് ഇവിടെ വരും, അവിടുന്ന് തന്നെ അവിടെ പോകും, അത്രേ ഉള്ളൂ. അവിടെ എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല. തൃപ്പയാർ അടുത്താണ് സ്ഥലം, റംബുട്ടാൻ. എന്റെ സ്വന്തം വീട് ഗുരുവായൂരാണ്. അല്ല അതവിടെ കെട്ടിച്ചു കൊടുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കെട്ടിട്ടു എന്നല്ലല്ലോ എന്റെ അർത്ഥം. നമുക്ക് ആ ഭാഗം ഈ ഭാഗമൊക്കെ അറിയണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഞങ്ങൾ ഇതാക്കുക. ഇനിയിപ്പോ ഈ കേൾക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി കഴിയുമ്പോ നമ്മളൊക്കെ എല്ലാത്തൊരു ആത്മബന്ധം കൂടും. ആത്മബന്ധം കൂടിയ നിങ്ങളെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് വരേണ്ടി വരും. ആ പണി പാളും. അപ്പൊ അവിടെ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആദ്യമേ പറഞ്ഞാൽ മതി, അവിടെ ഒന്നുമില്ല, അങ്ങോട്ട് ആരും വരണ്ട എന്ന് പറഞ്ഞോളൂ. അപ്പൊ താങ്ക് യു. അപ്പൊ നിങ്ങളിപ്പോ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞേ? ഇപ്പോ സാറിന് ഉദ്ദേശിക്കണ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോന്നാണോ? വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ വർക്ക് ചെയ്തിരുന്നു ടീച്ചറായിട്ട്. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഒരു 4 വർഷമായിട്ട് കൊറോണയ്ക്ക് ശേഷം നിർത്തിയിരിക്കുക. കൊറോണ നിങ്ങളെ പിടിച്ചോ? ഇല്ല, ഈ കൗൺസിലിംഗിന്റെ സാധ്യത നിങ്ങളെ പരിസരത്ത് എത്രത്തോളം ഉണ്ട്? നല്ല സാധ്യതയുള്ള സ്ഥലമാണ്. നല്ല സാധ്യതയുള്ള സ്ഥലം. അപ്പോ ഒരാളോട് നമ്മളെ ഫീസ് പറഞ്ഞു കൊടുക്കണ്ട. ഇവർക്ക് ഇനി ആരും പഠിക്കാൻ നിങ്ങൾ ബോർഡൊക്കെ വെച്ച് സെറ്റപ്പ് ആവുമ്പോ അവർ അന്വേഷിച്ച് വരുന്ന സമയത്തും നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കണ്ട. അവർ സൈക്കോളജി ഒക്കെ എടുത്തിട്ട് പഠിച്ചു വന്നോട്ടെ, ഇതാരോടും പറയണ്ട കേട്ടോ. ഓക്കെ, അടുത്തത് ഫൈഹ ഫാത്തിമ. ഞാൻ ഓൾറെഡി സംസാരിച്ചു. വെരി ഗുഡ്. അടുത്തത് ജൗസാനി പറഞ്ഞു തോന്നുന്നു അല്ലേ? സംസാരിച്ചു. വെരി ഗുഡ്. അർഷിത ആരായിരുന്നു? സർ ഞാൻ ആദ്യം പറഞ്ഞു. വേറൊരാള് സംസാരിച്ചില്ല. ആ ശബ്ദം ഗൾഫിൽ നിന്നൊക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ ആദ്യം പറഞ്ഞു. സാധാരണ ലേഡീസ് ഫസ്റ്റ് എന്നാ പറയാ. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് എന്ന് പറയാനുള്ള കാരണം ഇൻ കേസ് നിങ്ങൾക്ക് വല്ല കെഫീലോ വല്ല എന്താ പറയാ നമ്മൾ റിച്ച് മൈൻഡ് സെറ്റ് പറഞ്ഞപ്പോ സാറ് പറഞ്ഞല്ലോ സൗദിയിൽ തുപ്പ് കേട്ടിട്ടുണ്ടാകും. ഓർമ്മയുണ്ട് അല്ലേ? വെരി ഗുഡ്. ഓക്കെ, പരിചയം. ജാഫർ എരുവേട്ടിൽ. പറയൂ. ഞാൻ നാട് പയ്യോളിയാണ്, കോഴിക്കോട് ജില്ലയില്. പയ്യോളി എക്സ്പ്രസിന്റെ വീടിന്റെ അടുത്താണോ? അതെ, 4 കിലോമീറ്ററിന്റെ വ്യത്യാസം. 4 കിലോമീറ്റർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി കസ്റ്റമറിലെ സ്ഥലത്ത് കൈവപ്പിച്ചേ. അതുകൊണ്ടാണ് ഞാൻ വേഗം സൗണ്ട് കേട്ടപ്പോ ബാക്കിയുള്ളവരൊക്കെ മിണ്ടണ്ട നിങ്ങൾ പറയുമെന്ന് പറയാനുള്ള കാരണം. ക്ലാസിന്റെ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ആണ്. മാക്സിമം ശ്രമിക്കാം. വ്യാഴ്ച ടെസ്റ്റേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ടെസ്റ്റോടെ വീക്കെൻഡ് തിരക്കായിരിക്കും. ഒരു കുഴപ്പമില്ല. പറ്റുന്ന സമയത്ത് നിങ്ങൾ കൂടെ കൂടുക. ഈ ക്ലാസ്സുകൾ വേറെ പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിനെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വിട്ടോ, കാരണം ഇത് പരിചയപ്പെടുക നിങ്ങൾക്ക് തോന്നിപ്പോകും. പരിചയപ്പെടുകയാണെങ്കിൽ ഞാൻ കുറെ ടോപ്പിക്കുകൾ അവതരിപ്പിക്കുന്ന കേൾക്കുന്ന ആൾക്ക് മാത്രമല്ല നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പൊ ഇവിടെ സാധാരണ ചുമിന്റെ ഒരു ക്ലാസ് കേട്ടാൽ നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടാൽ മതി. പക്ഷെ ഇത് നിങ്ങൾ ആ ക്ലാസ്സുകൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കേൾക്കേണ്ടി വരും. കാരണം ഇത് എപ്പോഴാണ് വേണ്ടി വരിക വെച്ചാൽ നാളെ ക്ലയന്റ് വരുമ്പോഴാണ്. ആ ക്ലയന്റ് വരുമ്പോൾ നിങ്ങളത് ആവശ്യമുള്ളതാണെന്ന് ധാരണ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. പരമാവധി ശ്രമിക്കാം. ഓക്കെ. താങ്ക് യു. ഇനി ഞാൻ ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളൂ. ആസിയ. എന്റെ പേര് പറഞ്ഞോളൂ. വീട് എവിടെ? ഞാൻ തിരുവനന്തപുരമാണ്. ഞങ്ങള് വലുതായിട്ടോ. അങ്ങ് ബീഹാറിലും തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾക്ക് പിടിയുണ്ട് എന്ന് പറയാനായി. പഴയ സിനിമയിലെ ഡയലോഗ് പോലെ എനിക്ക് പിടി അങ്ങ് ഡൽഹിയിലാന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പൊ തിരുവനന്തപുരത്ത് ആളുണ്ട്. എവിടെയാ തിരുവനന്തപുരത്ത് എവിടെയാണ്? തിരുവനന്തപുരത്ത് കരമനയിൽ. ചേട്ടന്റെ അടുത്ത് തന്നെയാണ്. കരമന ചേട്ടന്റെ അടുത്തായിരുന്നോ? അതെനിക്കറിയില്ല. എന്താ അറിയാത്തെ?
കരമന എന്ന പേരില് നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരാള് അങ്ങനെ നിന്റെ നാട്ടിലുണ്ടെങ്കിൽ അത് ഞാൻ അറിയണ്ടേ? കരമന ജനാർദ്ദനൻ എന്നാണ് പറയാ അല്ലെ? ജനാർദ്ദനൻ അല്ലേ? ആ കരമന ജനാർദ്ദന അറിയാം, ആളെ അറിയാം. എവിടെയാണ് വീട്? അതൊക്കെ നിങ്ങൾക്ക് അറിയണോ? നാളെ ഞങ്ങളൊക്കെ വരുമ്പോ നിങ്ങളാണ് അവിടുത്തെ എന്താ പറയാ ഗസ്റ്റ് അല്ല, ഗസ്റ്റ് അല്ല, അതും പറഞ്ഞല്ലോ, എന്താ പറയേണ്ടത്, ഞങ്ങൾക്കുള്ള വഴി കാണിച്ചു തരുന്ന ആൾ. അതെ അതെ സർ. ഞങ്ങൾ നിങ്ങളെ വീട്ടിലെ ഗസ്റ്റ് എന്നല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വഴി പറഞ്ഞ ആൾ നിങ്ങളാണ്. അപ്പോ ഓക്കെ ആസിയ, വെരി ഗുഡ്. എന്താണ് നിങ്ങൾ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാന് +2 കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞ ഒരാളാണ്. വെരി ഗുഡ്. പിന്നെ ഒരു 5 വർഷത്തോളം ഞാൻ പഠിച്ചില്ല. വെരി ഗുഡ്. പക്ഷെ പഠിക്കണം. സാർ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ബെഞ്ചേഴ്സ് ഒക്കെ ഒരുപാട് ഇൻകം ഇതുപോലെ ഉണ്ടാക്കുന്ന കണ്ടപ്പോ നന്നായിട്ട് പഠിക്കുമായിരുന്നു, എല്ലാത്തിലും ഫസ്റ്റ് ആയിട്ട്. എനിക്ക് എന്തേ ഒന്നും ചെയ്യാൻ പറ്റാത്ത വെരി ഗുഡ്. ഫീൽ ആ വന്നിട്ട് ചോദ്യമാണ് എന്നെ സഹോദരി ഡ്രൈവറാക്കിയത് ഒരു ദിവസം കൊണ്ട്. അങ്ങനെ ഒരു ഓൺലൈനായിട്ട് ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, ട്രെയിനേഴ്സ് ട്രെയിനിങ്. അവിടെ ജോയിൻ ചെയ്തപ്പോ അവിടെ കൂടുതലും സൈക്കോളജിക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചത് പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്നിൽ ചേഞ്ച് കൊണ്ടുവരാനും എനിക്കൊരു കോൺഫിഡൻസ് കൂട്ടാനൊക്കെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു ലാസ്റ്റ് സെക്ഷൻ ആയിരുന്നു കൗൺസിലിംഗ്. നമ്മൾ എത്രത്തോളം ഒരാളെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കോപ്പി ചെയ്യാനൊക്കെ, ഒരാളെ ലിസൺ ചെയ്യാനും ഒക്കെ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചു. അപ്പൊ അതിന് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം തോന്നി. നല്ല സ്ഥലത്താണ് നിങ്ങൾ എത്തിയത്. കുറഞ്ഞ ഫീസിൽ ഒരുപാട് കാര്യം പഠിപ്പിക്കാൻ പറ്റുമെന്നതിൽ 100% ഗ്യാരണ്ടി ഉള്ള സ്ഥലത്താണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എല്ലാം പഠിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആ മൊഡ്യൂളാണ് തരിക. ഇന്നാണ് നമ്മൾ ഈ മൊഡ്യൂളിന് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ പോയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നല്ല സ്ഥലത്താണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു ട്രെയിനിങ്ങിലൂടെ ഞാന് ഒരു കഴിഞ്ഞ മാസം 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിന് എക്സാം മോട്ടിവേഷൻ ആയിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓ, കൺഗ്രാജുലേഷൻ. അപ്പോ അങ്ങനെ കുറെ ട്രെയിനിങ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ കൗൺസിലിംഗ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാൻ ആ കമ്പനിയിൽ തന്നെ ഒരു പേഴ്സണൽ മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഒരു 24 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവര് ശരിക്കും ഒരു ക്ലയന്റ് ആണ്. ഡെയിലി ഞാൻ ഓരോരുത്തരെ വിളിക്കാറുണ്ട്. അപ്പൊ കുറെ പേര് കുറെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ കൗൺസിലിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാണ്ട് അവരെ കൊണ്ട് സിലബസ് നോക്കണേ ഐഷ, സിലബസ് നോക്കണം. മുഴുവൻ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യൂല, മുഴുവൻ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിക്കുകയും അതിനുള്ള എക്സാമുകൾ നടത്തേണ്ടാവുക. എന്നാൽ സൈക്കോളജിയും ഇതുപോലെ ആളുകളെ കേസുകളൊക്കെ അപാരമായ സാധ്യതകൾ ഉള്ളതാണ്. അത് നിങ്ങൾ തുടർ പഠനം നടത്തണം. ഞാൻ കൂടെ പോകുന്ന സൈക്കോളജി ഡിഗ്രി ചെയ്യുന്നുണ്ട്. ഇപ്പോ ഫസ്റ്റ് സെം ആണ്. സൈക്കോളജി ആദ്യം മുതലേ പഠിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോ സൈക്കോളജിയുടെ ഏത് ക്ലാസ് കണ്ടാലും ഞാൻ അവിടെ ചാടി കയറാറുണ്ട് ഇപ്പോ. വെരി ഗുഡ്. അതുകൊണ്ട് എജുമിക്ക് സമ്പാദ്യം കിട്ടാനുള്ള ഒരു മാർഗമായി ഇങ്ങനെ ചാടി കയറുന്ന ആൾക്ക്. ഓക്കെ, താങ്ക് യു. ഞാൻ അടുത്ത ആളിലേക്ക് പോയിക്കോട്ടെ, കാരണം നമുക്ക് ഇനി ആകെ 4-5 മിനിറ്റ് ബാക്കിയല്ല. ഒരു 9 മിനിറ്റ് ബാക്കിയുള്ളൂ. ആയിക്കോട്ടെ, ഓക്കെ. ഇനി ആഷിന ഹസീബ് സംസാരിച്ചോ. ഞാൻ പേര് വിളിക്കാം. മൈക്ക് ഓണാക്കി റെഡി ആയിക്കോളെ, സംസാരിച്ചോളി. എന്റെ വീട് കണ്ണൂർ ജില്ലയിലെ കടവത്തൂര്. കടവത്തൂര്? അതെവിടെ കടവത്തൂര്? കണ്ണൂർ ജില്ലയിലാണ്, തലശ്ശേരി. ഏത് ഭാഗം? തലശ്ശേരിന്ന് ഉള്ളിൽ പോയിട്ടാ? ഓക്കെ. ഈ എയർപോർട്ടിന്റെ ഭാഗത്താ? അല്ലല്ല, പാനൂര്. പാനൂര് പറയൂ. ഓക്കെ. തല കൊണ്ട് പന്ത് കളിക്കുന്ന ആൾക്കാരുടെ നാട് എന്ന് പറയണം. അപ്പോഴല്ലേ ഫേമസ് ആവുക. പണ്ട് കാലത്ത്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ലല്ലോ, ഇപ്പൊ നല്ല സ്റ്റാൻഡേർഡ് ആണല്ലോ അല്ലെ? ഓക്കെ. അപ്പോ നിങ്ങൾക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രത്യേക സ്വാഗതം. ഇതുവരെ സമയം പോയത് നിങ്ങൾ അറിഞ്ഞണോ? ഇല്ല സാർ. ഇല്ല, നമ്മളത് വിളിക്കണില്ല എന്ന കേസിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലേ? ആയിക്കോട്ടെ. ഓക്കെ. ഐഷ ഷജില. ഹലോ സാർ. പറഞ്ഞോളൂ. പേര് ആയിഷ ജസ്ല. ആയിഷ ജസ്ല. ഇവിടെ ഉള്ള പേരൊക്കെ പറഞ്ഞ് ഞാൻ വായിക്കാണ്. ഇങ്ങനെ സർഫാക്കാന്ന് പറയാം അറബിയില്. ഐഷ. ഓക്കെ. അങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ട. ഒറ്റ ഐഷ സജില എന്ന് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. സാരല്ല, പറഞ്ഞോളൂ. വീട് കോട്ടക്കൽ, മലപ്പുറം കോട്ടക്കൽ.
തെന്നല എന്ന് പറയും കറക്റ്റ് സ്ഥലം. തെന്നലയിൽ എവിടെ, ഏതിനടുത്ത്? തെന്നല ഇവിടെ ഒരു സ്കൂളുണ്ട്, പുള്ളിത്തറ ഗവൺമെന്റ് സ്കൂളാണ്. ഗവൺമെന്റ് സ്കൂളിന്റെ തൊട്ട് ബേക്കില്? ബേക്കിലല്ല, അടുത്ത് തന്നെ. അടുത്ത് തന്നെ. അപ്പൊ അല്ലാതെ ആക്ച്വൽ സ്ഥലം പറയണില്ല അർത്ഥം. അപ്പൊ ഞാൻ കൃത്യം പറയുകയാണെങ്കിൽ സ്കൂളിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. സ്കൂളിലേക്ക് എത്തി, അതായത് നമ്മൾ തെന്നല അങ്ങാടിയിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു 4 വീട് ഇപ്പുറത്താണ്. അല്ല, സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു വീട് തൊട്ടടുത്ത് സ്കൂൾ. എന്റെ വീട്, വേറൊരു വീട്, പിന്നെ സ്കൂള് റോഡ് സൈഡ് തന്നെ. റോഡ് സൈഡ് തന്നെ. ഓക്കെ. എന്നിട്ടാണ് സ്കൂള് വരുന്നത്. ഞാൻ പറയാന്ന് പറഞ്ഞപ്പോ എന്റെ ആ ശ്രദ്ധ പോയതാണ്. നമ്മളിങ്ങനെ കളവ് പറയാതിരിക്കുക എന്നതൊരു കൗൺസിലേക്ക് നിർബന്ധമായും വേണ്ടതാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. കൗൺസിൽ നമ്മൾക്ക് മറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. എന്റെ മൂക്ക് ഇപ്പൊ ചൊറിയാൻ കാരണം നിങ്ങൾ എന്താ കാണിച്ചേ? നിങ്ങളെ മൂക്ക് ചൊറിഞ്ഞോ? ഇല്ല. ഐശ്വര്യത്തില്ല. മുഖത്ത് മാന്താൻ കൈയൊക്കെ കൊണ്ടുപോയോ? ഇല്ല ഇല്ല ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അത് ആരോ ഒരാൾ ഇവിടെ പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിൽക്കുന്നത്. ഓക്കെ. അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ പരിപാടി. നിങ്ങൾക്ക് അറിയില്ല, അത് വഴിയേ നിങ്ങൾ പഠിച്ചെടുക്കും. വഴിയേ സിലബസിന് അപ്പുറത്തേക്കുള്ളതാണ്. ഓക്കെ. അപ്പോ നിങ്ങള് എന്താ ചെയ്യുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്. റംഷിത, നിങ്ങൾ എന്താ പറയാൻ വല്ലാതെ സൗണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? എന്നെ വിളിക്കുന്നില്ല എന്ന കാരണത്താലാണോ? വിളിക്കാട്ടോ. ഫൈഹ ഫാത്തിമ. സർ, ഞാൻ സംസാരിച്ചു. വെരി ഗുഡ്. സമാധാനായി. ഒരാളെ വിളിച്ചില്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടാണ്. ഫരീദ ബാനു മിണ്ടുന്നില്ല, കേൾക്കുന്നില്ല. ഇല്ല. എന്നാ ഫസീല. ഹലോ സർ. ഇതിലാരാ സംസാരിക്കുന്നത്? ഫസീലയാണോ സംസാരിക്കുന്നത്? ഓക്കെ. ഞാനൊരു ഫസീലയാണ്. പറയൂ. ഫസീല പി എസ്. തൃശ്ശൂർ ജില്ലയിലാണ്, തലശ്ശേരിയാണ് വീട്. സമാധാനമായി. ആരൊക്കെയാണ് ഇപ്പൊ എന്താ പറയാ, എല്ലാ ജില്ലകളും പറയുമ്പോ ഇനി കേൾക്കാൻ വയനാട് കേട്ടില്ല എന്നിങ്ങനെ ആലപ്പുഴ കേട്ടില്ല എന്ന സങ്കടത്തിൽ നിൽക്കായിരുന്നു. ആയിക്കോട്ടെ, തൃശ്ശൂർ ജില്ല പറഞ്ഞോളൂ. ഓക്കെ. എനിക്കും തലശ്ശേരിയാണ്. തലശ്ശേരി. അയ്യോ, തൃശ്ശൂർ ജില്ലയിൽ തലശ്ശേരി. അവിടെ തലശ്ശേരി ഉണ്ടോ? അവിടെ തലശ്ശേരി ഉണ്ട്. അതേത് ഭാഗത്താ? വടക്കാഞ്ചേരി വരവൂരൊക്കെ അറിയോ? വടക്കാഞ്ചേരി വടവൂര് അറിയാമല്ലോ. വടക്കാഞ്ചേരി വരവൂര് അടുത്താണ് തലശ്ശേരി. ഷൊർണൂർ റോഡാണ്, റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. ഒക്കെ നമ്മളെ ആക്കിട്ടാ പോവാ തലശ്ശേരി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളെ സമയം ഇങ്ങനെ പോയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ, തൽക്കാലങ്ങളെ പേര് മാത്രം കേട്ടിട്ട് ഫോക്കസ് ചെയ്യാണ് കേട്ടോ. അപ്പൊ തലശ്ശേരിക്കാരിയായ കണ്ണൂർ തലശ്ശേരി അല്ല, ഞാൻ ഇംഗ്ലീഷ് പുതിയൊരു പാഠഭാഗം പഠിക്കുകയാണ് ഞാൻ. തലശ്ശേരി കണ്ണൂര് മാത്രമല്ല തൃശ്ശൂരും ഉണ്ട് എന്നുള്ളത് ഞാൻ പത്താളോട്ടേക്ക് ഞാൻ പറഞ്ഞോളൂ കേട്ടോ. ആയിക്കോട്ടെ. ഫാത്തിമത്തുൽ ഫിദ റഊഫ്. ഹായ് സർ. പറയൂ. ഫാത്തിമത്തുൽ ഫിദ എന്ന പേര്. ഇപ്പൊ എറണാകുളത്താണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ വെജൂമിയുടെ തന്നെ MTDC ചെയ്യുന്നു. എജുമിയുടെ കൂടെ ഉണ്ട് അല്ലേ? സ്റ്റുഡന്റ് കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ഒരു 6 months ഇതില്. അപ്പൊ അവിടെ നിന്ന് ഒരുപാട് സ്റ്റുഡൻസിന്റെ പ്രോബ്ലംസും കാര്യങ്ങളും ഈ 10th എന്റെ സഹോദരി സഹോദരന്മാർ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഇത് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. ബാക്കിയുള്ള ആളുകൾ കാണുന്നുണ്ടോ? കൗൺസിലിംഗ് സൈക്കോളജിയുടെ പ്രാഥമിക ശ്രദ്ധ ഏതാണ്? സാമ്പത്തികം, മാനസികം, പെരുമാറ്റം, വികാരം, ശാരീരിക ആരോഗ്യം, നിയമം. ഏത് കാര്യം വരുന്നുണ്ടാവുക? മാനസികം. ബി. എല്ലാരും നോക്കിട്ടല്ലോ. അപ്പൊ ശരി ഉത്തരം. നിങ്ങൾ കോടീശ്വരൻ സ്റ്റേജിലേക്ക് റെഡി ആയിരിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കൗൺസിലിംഗ് സൈക്കോളജിയുടെ സ്വഭാവത്തിലെ പ്രധാന ഘടകം അല്ലാത്തത്? അല്ലാത്തതെന്നാ ചോദ്യം, ആണെന്നല്ല കേട്ടോ. അല്ലാത്തത്, ഘടകമല്ലാത്തത് ഏതാണ് വരുന്നതാണ്? പൂർണ്ണമായ സമീപനം, ക്ലയന്റ് കേന്ദ്രീകൃതം, മെഡിക്കൽ ഡയഗ്നോസിസ്, നൈതികവും പ്രൊഫഷണലുമായ. അപ്പൊ ഏതെങ്കിലും പ്രധാന ഘടകം അല്ലാത്ത ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ.
അപ്പൊ സാധ്യത പാടില്ല. മരുന്ന് കൊടുക്കുന്ന ആള് നമ്മളാണോ? അല്ല അല്ല. അടുത്ത ചോദ്യം, ക്ലയന്റുമായുള്ള വിശ്വസ്തവും ശക്തവുമായ ബന്ധം നിർമ്മിക്കാൻ കൗൺസിലിംഗ് സൈക്കോളജി പൊതുവായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണെങ്കിൽ എന്ത് എന്നാണ് ചോദ്യം. സജീവമായി കേൾക്കൽ, സാമ്പത്തിക പ്ലാനിങ്, ഫിസിക്കൽ ട്രെയിനിങ്, നിയമ ഉപദേശം. സജീവമായി ആളോട് വർത്തമാനം പറയുന്നതിനിടയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം അല്ലേ? കൗൺസിലിംഗ് സൈക്കോളജിയിൽ ക്ലയന്റ് കേന്ദ്രീകൃതം എന്താണ് അർത്ഥമാക്കുന്നത്? കൗൺസിലറിന്റെ വീക്ഷണം പ്രധാനമാക്കൽ, ക്ലയന്റിന്റെ ശക്തികളെയും വിഭവങ്ങളെയും പ്രധാനമാക്കൽ, ക്ലയന്റിന്റെ ആവശ്യങ്ങൾ അവഗണിക്കുന്നത്, നിയമ സഹായം നൽകൽ. എന്താണ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ ക്ലയന്റ് കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 4 മാർക്കിൽ 4 നിങ്ങൾ വാങ്ങിയ തോറ്റ ഒരാൾ ഇതിൽ വേണ്ടടോ, ഒരാളെങ്ങനെ തോൽക്കണം കേട്ടോ. നമുക്ക് തൽക്കാലം നമുക്ക് ഗൾഫിലുള്ള ആളെ തോൽപ്പിക്കാം അല്ലെ? ജാഫർ സാഹിബ് എങ്ങനെ തോൽപ്പിക്കാം? കൗൺസിലിംഗ് സൈക്കോളജിയുടെ വ്യവസ്ഥയിലെ ഒരു പ്രധാന വശം ഏതാണ്? കൗൺസിലിംഗ് സൈക്കോളജി വ്യവസ്ഥയിലെ പ്രധാന വശം വ്യക്തിഗത കൗൺസിലിംഗ്, വ്യക്തിഗത കൗൺസിലിംഗ്. അപ്പോ സഹോദരി സഹോദരന്മാരെ, സമയം 8:15. ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നു. ബാക്കി ഭാഗം നമ്മൾ നാളെ തുടങ്ങുമെന്ന പ്രതീക്ഷയോടുകൂടെ നമ്മളിവിടെ നിർത്തുകയാണ്.